സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് ലഹരി ഒഴുകിയിരുന്നതിന്റെ കൂടുതൽ വഴികൾ തിരിച്ചറിഞ്ഞ പോലീസ്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ വനിതകളെ മറയാക്കി ലഹരിക്കടത്ത സംഘം വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച മയക്കുഗുളികകളുടെ വിൽപ്പന. ലഹരി സംഘങ്ങൾ കുട്ടികളെ കെണിയിൽ വീഴ്ത്താനാണ് മയക്കുഗുളികകൾ നൽകുന്നത്. ഇതെന്റെ കഥയാണ്, എനിക്ക് സംഭവിച്ച കഥ. മറ്റൊരു പെൺകുട്ടിക്കും ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. എന്റെ പേര് ലക്ഷിത, ലക്ഷ്യൊന്ന് വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ കാണാനാ ഞാനീ പോകുന്നത്, ഹരിയേട്ടൻ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. വീട്ടുകാർക്ക് കുറച്ചൊക്കെ അറിയാം, വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ഹരിയേട്ടൻ ഗൾഫിൽ പോയി 1 വർഷം കഴിഞ്ഞ് വരുമ്പോ വീട്ടുകാരോടൊപ്പം എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കും. എന്നിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ അന്തസ്സായി ഞങ്ങൾ വിവാഹം കഴിക്കും. ഞാൻ ഹരി. ബാക്കിയൊക്കെ അവൾ പറഞ്ഞല്ലോ. ശരിയാണ്, അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഞാനും. എനിക്കങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ സംഭവം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ പറഞ്ഞല്ലേ ഹരിയേട്ടനോട് ഇനി വലിക്കാൻ പാടില്ലാന്ന്. എടാ, അത് ഒറ്റക്ക് നിന്ന് ബോറടിച്ചപ്പോ വെറുതെ ടൈം പാസിന്. മനസ്സിലായോ? ഒരു ടൈം പാസിന് ഒറ്റ തവണ കൊടുത്താൽ മതി. ലഹരി തലക്ക് പിടിച്ചാലുണ്ടല്ലോ നമ്മുടെ പിന്നാലെ വരും ഇതും തേടി. മാത്യുവിന്റെ പ്ലാൻ എന്താ? +2 പഠിക്കുന്ന കുട്ടികൾ. അയ്യടാ കുട്ടികള് ആദ്യം ഗൾഫില് ജോലി കയറി സെറ്റ് ആവാൻ നോക്ക്. ഇല്ലെങ്കിലേ എന്നെ വേറെ ആമ്പിളേര് കെട്ടിക്കൊണ്ടുപോട്ടാ. ഓ പിന്നെ, നിന്റെ വീട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് നിന്നെ വേറെ ആരും കെട്ടിക്കൊണ്ടു പോകില്ല. അതുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ അവൻ നോ പറയാത്തത്. അല്ലെങ്കിൽ നിന്നെ ആര് കെട്ടാൻ? ബുദ്ധിയും വിവരമില്ല ആരെങ്കിലും നിന്നെ കെട്ടാൻ വരുമോ? അതുകൊണ്ടായിരിക്കും വിവരമില്ലാത്ത ആൾ തന്നെ വന്നത്. അജിത്തെ, നീയോ? നീ എന്താടാ പള്ളിയില് തെറ്റുകളേറ്റ് പറഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് പ്ലാൻ ഉണ്ടാ? ചെയ്തു ഏറ്റെടുക്കല്ലേ കുമ്പസാരം, ചെയ്യാൻ പോകുന്ന ഏറ്റെടുക്കല്ലല്ലോ. കറക്റ്റ് മോലാല് ഡിറ്റോ. ഇത് യൂട്യൂബിൽ വൈറലാകും, നീ പുഴുത്ത് നാറും, കമന്റ് ബോക്സ് കത്തും. എടാ, അടുത്ത മാസം എന്റെ മാമന്റെ മോളെ കല്യാണം. അച്ഛനെ കണ്ട് ഈ കല്യാണക്കുറി ഒന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാ. ലക്ഷ്മിയുടെ അല്ലേ? വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിക്കാൻ. ചേച്ചി, ഞാൻ പോവാട്ടോ, ടാറ്റാ. ആ, അതേതാടാ കുട്ടി? അത് റോസ്ലിൻ. എന്റെ വീട്ടിന്റെ ബാക്കിലെ കുട്ടിയാ. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. അല്ല, എന്താ നിങ്ങളുടെ പരിപാടി? കല്യാണം എപ്പോഴാ? ഒന്നും ആയിട്ടില്ലടാ. അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. കല്യാണക്കുറി അടിക്കുമ്പോ ചെക്കന്റെയും പെണ്ണിന്റെ പേര് ഒരെണ്ണം ഇട്ടാ മതി. ലഹരി. ലഹരിയാ? ലച്ചുന്റെ ലായും നിന്റെ ഹരിയും ലഹരി. ശരിയാണല്ലോ, അത് കൊള്ളാം ലഹരിയേട്ടാ. നീ അച്ഛന് കല്യാണക്കുറി കൊടുത്തിട്ട് പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ചെല്ല്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലൊന്നും പ്രശ്നങ്ങൾ തീരില്ല. അതിന് പണം തന്നെ വേണം. ഇവളുടെ ചേച്ചിയുടെ കല്യാണം, നിന്റെ അച്ഛന്റെ ഹാർട്ട് ഓപ്പറേഷൻ, ഇതൊക്കെ ആരും നടത്തിയത്? നാട്ടുകാരല്ലല്ലോ. പിന്നെ എന്ത് കമ്മിറ്റ്മെന്റ് നാട്ടുകാരോട്? പിള്ളേര് പോയി തൊലയട്ടെ. +2 പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാം. നമ്മളെ കാണുമ്പോ തന്നെ ഈച്ച പറ്റിയ പോലെ വരും, തൊടാനും പിടിക്കാനും. അവരെ വഴി തെറ്റിക്കാൻ ഈസിയാ. പക്ഷേ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നത് അത്ര എളുപ്പമല്ല. 2 തവണ ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം സെറ്റ് ആയിക്കോളും. ആലോചിക്കാനൊന്നുമില്ല. 2 3 ലക്ഷം വീതം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്, ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്നതാ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, പേര് റോസ്ലിൻ. അല്ല ഹരിയേട്ടാ, നമ്മൾ എങ്ങോട്ടാ? നിനക്ക് പോയിട്ട് തിരക്കണ്ട? എനിക്കൊരു അരമണിക്കൂർ സമയമുണ്ടോ? എന്നാ നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോയാലോ?
എടാ ഗോഡൌണിലേക്കാ? ആ എന്നാ വിട്ടോ. ഇനി എത്ര കാലം കാത്തിരിക്കണം ഹരിയേട്ടാ? നീ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ ഇവിടെ ആരുമില്ല, ഒരു ഉമ്മതാടാ. വേണ്ട ഹരിയേട്ടാ, ആരെയും കണ്ട പ്രശ്നമോ? കണ്ട് ഒളിച്ചിരിക്കണ്ട. ഒളിച്ചിരുന്നതല്ല, ഞങ്ങള് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടായിരുന്നു കരുതി ഞങ്ങൾ പോവാൻ ഇറങ്ങിയതാ. ഇന്ന് നേരത്തെ ഉള്ള രണ്ടുപേരും എന്ത് പറ്റി? എന്തായി? തീരുമാനം വല്ലതായ? അടുത്ത വർഷം നടത്താനാ പ്ലാൻ. ഇല്ലെങ്കിൽ നിന്നെ ആദ്യം തന്നെ ഞങ്ങളായിരിക്കും. പുറത്താണ് പോലീസിന്റെ ശല്യം, ഇവിടെ നിങ്ങളും. വാടാ, ഒരു പെഗ് അടിച്ചിട്ട് പോവാ. ലച്ചു, ഒറ്റ പെഗ് ഇപ്പൊ വരാം. ഹരിയേട്ടാ, ഇത് ശരിയാവില്ലേ? ഇവിടെ എപ്പോ വന്നാലും ഒരു കുടി. ഒരെണ്ണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എത്ര നേരമായി ഹരിയേട്ടാ? ഹലോ, ആ +2 പഠിക്കുന്ന പെണ്ണല്ലേ? അവൾ സെറ്റായോ? ഒരു മിനിറ്റേ. എടാ, ആ +2 പഠിക്കുന്ന കുട്ടിയില്ലേ, റോസ്ലിൻ, അവൾ സെറ്റായി. എവിടെ സ്ഥലം പറയേണ്ടത്? ആ പഴയ ഗോഡൌണിലേക്ക് എത്തിക്കാൻ പറ. പൈസ നീ ആ ലൊക്കേഷൻ പറഞ്ഞിട്ട്. നിഷേ, അടുത്ത തിങ്കളാഴ്ച ക്ലാസ് വിട്ടാൽ കൊച്ചിനെയും കൂട്ടി നേരെ ആ പഴയ ഗോഡൗണില്ലേ, അത് തന്നെ, ഓഡിറ്റോറിയത്തിന് പുറകിലെ 2ാമത്തെ വളവിലുള്ള അവിടെ വാ. നമുക്ക് അവിടെ സെറ്റാക്കാൻ ബാക്കിയൊക്കെ. അപ്പോൾ ശരി, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. നീ എത്തിയിട്ട് കുറെ നേരമായോ? ഒരമണിക്കൂറിന് മേലെ. ഞാൻ എത്തിയിട്ട് ഒരുമിച്ച് വന്നാ പോരായിരുന്നോ? അതെന്തേ? ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന സേഫ് അല്ലടാ. കള്ളുകൂടിയന്മാരെ ഏരിയ അല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലും ആരും അറിയില്ല. ഓ, അപ്പൊ കള്ളു കുടിക്കുന്നത് തെറ്റാണെന്ന് അറിയാല്ലേ? ലച്ചു, നീ വന്ന കാര്യം പറ. ഈ ഞായറാഴ്ച കാണാൻ പറ്റൂല, ആൻസ്റ്റേച്ചിയുടെ മോളെ കല്യാണമാണ്, അവിടേക്ക് പോവും. അതുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ഞാൻ ഇവിടെ എത്താം. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഹരിയേട്ടൻ ആ സമയത്ത് ഇവിടെ എത്തണം. ഇത് പറയാനാണോ? ഇത് ഫോണിൽ പറഞ്ഞ പോരെ ലച്ചു, വെറുതെ അല്ലോ നിന്നെ മണ്ടീന്ന് വിളിക്കുന്നത്. ഓ, ഫോണിൽ പറഞ്ഞ ഇങ്ങനെ കാണാൻ പറ്റുമോ? കാമുകനാണ് പോലും, കാമുകൻ. മതി മതി, നീ കേറ്, എനിക്കൊരു പേപ്പർ റെഡിയാക്കാനുണ്ട്. വാ. The phone you are trying to reach is not available at the moment. Please call again later. आपके द्वारा डायल किए गए phone you are trying to reach is not available at the moment. Please call again later.
എന്തായാലും സേഫ് അല്ല. അത് കയറിയിരുന്നാലോ? നിഷേ, ഇനി ഇവിടെ നിൽക്കണ്ട. ഫൈസല, ചെറുച്ചെടുക്കടാ. Oh.